ബിസ് നെക്സ്റ്റിലേക്ക് സ്വാഗതം. അടുത്തയാഴ്ച സാമ്പത്തിക മേഖലയിൽ എന്ത് സംഭവിക്കും? ഇന്ത്യയുടെ ആഗോള നേതൃത്വം രൂപപ്പെടുന്നത് എങ്ങനെ? രാജ്യത്തിന്റെ സാമ്പത്തിക മുന്നേറ്റം നിർണ്ണയിക്കുന്നത് MSMEകളും കയറ്റുമതിയുമാണോ? ഇന്ത്യയുടെ സാമ്പത്തിക ഭാവി എന്താണ്? സ്വർണ്ണ വിപണിയിലെ ആശ്വാസ വാർത്തകൾ വിശ്വസിക്കാമോ? മാർക്കറ്റിൽ ഉൽപ്പന്ന വിലയുടെ കയറ്റിറക്കങ്ങൾ എങ്ങനെ? വിപണിയിലെത്തുന്ന പുത്തൻ ഉൽപ്പന്നങ്ങൾ ഏതൊക്കെ? കാണാം ബിസ് നെക്സ്റ്റ്. ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയുടെ വളർച്ചയ്ക്ക് ശക്തി പകരുകയാണ് MSMEകളും കയറ്റുമതിയും. ഈ മേഖലകളിലെ നിക്ഷേപങ്ങളും വായ്പകളും ഇത് ശരിവെക്കുകയാണ്. SMEകൾ കയറ്റുമതി, വളർച്ച എന്നിവയെ ശക്തിപ്പെടുത്താനുള്ള പദ്ധതിക്ക് രൂപരേഖ നൽകിയിരിക്കുകയാണ് കേന്ദ്രം. PLI നിക്ഷേപങ്ങളിൽ 1.5 ലക്ഷം കോടി രൂപ, കയറ്റുമതിയിൽ 5 ലക്ഷം കോടി രൂപ, SME വായ്പകൾ 30 ലക്ഷം കോടി രൂപ എന്നിങ്ങനെയാണ് വർദ്ധിച്ചത്. സ്ത്രീകൾ, SC/ST ബിസിനസ് ഉടമകൾ എന്നിവർക്ക് പ്രത്യേക വ്യവസ്ഥകളോടെ 2 കോടി രൂപ വരെ വായ്പ നൽകുന്നു. ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനും കയറ്റുമതി കൂട്ടുന്നതിനും ഇന്ത്യയുടെ വ്യവസായിക നട്ടെല്ലായ SMEകളുടെ മുഴുവൻ സാധ്യതകളും ഉപയോഗപ്പെടുത്തുകയാണ് ഇന്ത്യ. നിയന്ത്രണങ്ങൾ ലഘൂകരിച്ച് സാങ്കേതിക നവീകരണത്തിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ആഗോള നേതൃത്വത്തിന് അനുയോജ്യമായ മാറ്റമാണ് ഇന്ത്യ വരച്ചിടുന്നത്. ജൻവിശ്വാസ് നിയമത്തിലൂടെ ചുവപ്പ് നാടകളുടെ കുരുക്കഴിച്ച് വ്യവസായ മുന്നേറ്റത്തിന് ശക്തി പകർന്നു തുടങ്ങിയിട്ടുണ്ട്. ആഗോള സാമ്പത്തിക പ്രക്ഷുബ്ധതകൾക്കിടയിലും വളർച്ചയുടെ ഒരു ദീപസ്തംഭമായി ഇന്ത്യ ഉറച്ചു നിൽക്കുന്നുവെന്നാണ് മോദി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ട്രംപ് നൽകിയ താൽക്കാലിക ആശ്വാസത്തിൽ സ്വർണം. പ്രതീക്ഷകളുടെ ആയുസ് എത്ര നാളെന്ന ആശങ്കയിലാണ് വിപണി. വിലയിൽ സർവകാല റെക്കോർഡിലേക്ക് എത്താനുള്ള കുതിപ്പിലായിരുന്നു സ്വർണം. എന്നാൽ ഏറെ ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം മാർച്ച് ആദ്യവാരം അവസാനിക്കുമ്പോൾ ഗ്രാം വില 8,000 രൂപയ്ക്കും പവൻ വില 64,000 രൂപയ്ക്കും താഴെയെത്തി. കഴിഞ്ഞ 2 ദിവസത്തിനിടെ മാത്രമുള്ള കണക്കുപ്രകാരം ഗ്രാമിന് 75 രൂപയും പവന് 600 രൂപയുമാണ് താഴ്ന്നത്. കഴിഞ്ഞ മാസം 25-ന് രേഖപ്പെടുത്തിയ ഗ്രാമിന് 8,075 രൂപയും പവന് 64,600 രൂപയുമാണ് കേരളത്തിലെ എക്കാലത്തെയും ഉയർന്ന ഉയരം. പിന്നീടങ്ങോട്ട് വില ഇടിവായിരുന്നു. രാജ്യാന്തര സ്വർണ്ണവില കനത്ത ലാഭമെടുപ്പിനെ തുടർന്ന് $2,900 വരെ താഴ്ന്നു. വെള്ളിയാഴ്ചത്തെ വില ഔൺസിന് $2,907 നിക്ഷേപകർ ലാഭമെടുപ്പിലേക്ക് നീങ്ങിയതും ഡോളർ ശക്തി പ്രാപിച്ചതും വിലക്കുറവിലേക്ക് നയിച്ചു. മെക്സിക്കോ, കാനഡ എന്നിവയ്ക്ക് മേലെ ഏർപ്പെടുത്തിയ 25% ഇറക്കുമതി തീരുവ ട്രംപ് തൽക്കാലത്തേക്ക് മരവിപ്പിച്ചത് ആഗോള സാമ്പത്തിക രംഗത്ത് താൽക്കാലിക ആശ്വാസം നൽകിയിട്ടുണ്ട്. എന്നാൽ US-ന്റെ സമ്പദ് വ്യവസ്ഥ നേരിടുന്ന പ്രതിസന്ധി നിക്ഷേപക ലോകത്തെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. പുതിയ തൊഴിൽ കണക്കുകൾ വൈകാതെ പുറത്തുവരും. കണക്കുകൾ നിരാശപ്പെടുത്തിയാൽ US സമ്പദ് വ്യവസ്ഥ പ്രതിസന്ധിയിലാണെന്ന് സാരം. ഇത് ഓഹരി കടപ്പത്ര വിപണികളെ തളർത്തുകയും സ്വർണ്ണ നിക്ഷേപങ്ങൾക്ക് ഡിമാൻഡ് ഉയർത്തുകയും ചെയ്യും. കാർഷിക വിപണിയിൽ അടുത്ത വാരം. ചൈനീസ് റബ്ബർ വ്യവസായികളുടെ അമേരിക്കൻ പേടി ഷീറ്റ് വിലയെ ബാധിച്ചു. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിലെ റബ്ബർ ഉൽപാദകർ ഓഫ് സീസണിലെ വിലക്കയറ്റം മുന്നിൽ കണ്ട ഷീറ്റിൽ പിടിമുറക്കി. കുരുമുളകിന്റെ ഉൽപാദനത്തിൽ വൻ ഇടിവ്. നിരക്കുയരുമെന്ന നിഗമനത്തിൽ സ്റ്റോക്കിസ്റ്റുകൾ. ഹോളി വരുന്നു. ഇന്ത്യയിൽ നിന്നും ഏലത്തിന് കൂടുതൽ ആവശ്യക്കാരെത്തി. കൊപ്രാക്ഷാമം, വെളിച്ചെണ്ണ വില വീണ്ടും ഉയർന്നു. വ്യാപാര യുദ്ധഭീതിയിൽ ചൈനീസ് വ്യവസായികൾ രാജ്യാന്തര വിപണിയിൽ നിന്നുള്ള റബ്ബർ ഷീറ്റ്, ലാറ്റക്സ് സംഭരണത്തിൽ നിന്നും പിൻവലിഞ്ഞത് ഉൽപ്പന്ന വിലയെ തളർത്തി. നിക്ഷേപകർ റബ്ബർ അവധി വ്യാപാരത്തിലും പൊസിഷനുകൾ കുറയ്ക്കാൻ തിരക്കിട്ട നീക്കം നടത്തി. ഓപ്പറേറ്റർമാരുടെ ചുവടുമാറ്റത്തിൽ ജപ്പാനിലെ ഒസാക എക്സ്ചേഞ്ചിൽ റബ്ബർ അവധി നിരക്കുകൾ 3.5 മാസത്തിനിടയിലെ ഏറ്റവും താഴ്ന്ന നിലവാരത്തിലേക്ക് വാരാന്ത്യം തിരുത്തൽ കാഴ്ചവെച്ചത് റബ്ബർ ഉൽപാദന രാജ്യങ്ങളിൽ ഞെട്ടലുളവാക്കി. തായ്ലാന്റ് അടക്കമുള്ള രാജ്യങ്ങളിലെ 70% തോട്ടങ്ങളിലും ടാപ്പിംഗ് നിലച്ചു. ഇതേ തുടർന്ന് വില ഉയരുമെന്ന ഉറച്ച വിശ്വാസത്തിലായിരുന്നു കർഷകരെങ്കിലും വ്യവസായികളിൽ നിന്നുള്ള പിന്തുണ റബ്ബർ വിപണിക്ക് നഷ്ടമായി. അതേസമയം വാരാന്ത്യം യെന്നിന്റെ വിനിമയ നിരക്ക് ശക്തി പ്രാപിച്ചത് വിദേശ നിക്ഷേപകരെ റബ്ബർ വാങ്ങലുകാരാക്കി മാറ്റാനുള്ള സാധ്യതകൾ തെളിയുന്നു. സംസ്ഥാനത്ത് 4ാം ഗ്രേഡ് റബ്ബർ കിലോ 193 രൂപയിലും 5ാം ഗ്രേഡ് 190-ലും വിപണനം നടന്നു. വേനൽ കനത്തതോടെ ഒട്ടുമിക്ക ഭാഗങ്ങളിലും ടാപ്പിംഗ് സ്തംഭിച്ചതിനാൽ വരും മാസങ്ങളിൽ വിപണിയിലെ ഷീറ്റ് ക്ഷാമം കൂടുതൽ രൂക്ഷമാക്കും.
ഹൈറേഞ്ചിലും സംസ്ഥാനത്തിന്റെ മറ്റു ഭാഗങ്ങളിലും ആദ്യഘട്ട കുരുമുളക് വിളവെടുപ്പ് പൂർത്തിയായതോടെ കാർഷിക മേഖല ചരക്ക് നീക്കത്തിൽ നിയന്ത്രണം ശക്തമാക്കി. കൊച്ചിയിൽ കുരുമുളക് വരവ് ചുരുങ്ങിയത് വാങ്ങലുകാരെ അസ്വസ്ഥരാക്കുന്നു. വിളവെടുപ്പ് പൂർത്തീകരിച്ച കർഷകരുടെ വിലയിരുത്തലിൽ ഉൽപാദനം കഴിഞ്ഞ വർഷത്തേതിലും പകുതിയായി ചുരുങ്ങിയെന്നാണ്. കൊച്ചിയിൽ അൺഗാർബിൾഡ് കുരുമുളക് വില 66,100 വിപണനം നടന്നു. വിദേശ വിപണികളിലും നിരക്കുയരുന്ന സാഹചര്യത്തിൽ വിപണി കൂടുതൽ കരുത്ത് പ്രദർശിപ്പിക്കാം. ഹോളി ആഘോഷവേളയിലെ വിൽപ്പന മുന്നിൽ കണ്ട് ഉത്തരേന്ത്യക്കാർ ചരക്ക് സംഭരണം ശക്തമാക്കി. ഉത്സവാഘോഷങ്ങൾ മുന്നിൽ കണ്ട് ഏലക്ക വാരിക്കൂട്ടുവാൻ ആഭ്യന്തര ഇടപാടുകാർ ഉത്സാഹിച്ചു. എന്നാൽ അതിന് അനുസൃതമായ വിധം നിരക്ക് മുന്നേറിയില്ലെന്ന് ഒരു വിഭാഗം കർഷകർ. അതേസമയം കഴിഞ്ഞ വർഷം ഇതേ സന്ദർഭത്തെ അപേക്ഷിച്ച് വില ഉയർന്നു നിൽക്കുകയാണ്. ഗൾഫ് മേഖലയുമായി നേരത്തെ ഉറപ്പിച്ച കച്ചവടങ്ങൾ പ്രകാരമുള്ള കയറ്റുമതി നടക്കുന്നുണ്ട്. നാളികേരോൽപ്പന്നങ്ങളുടെ വില വീണ്ടും ഉയർന്നു. വിപണിയിലേക്കുള്ള പച്ചതേങ്ങ വിരവ് ചുരുങ്ങിയതിനാൽ നിരക്ക് ഉയർത്തി കൊപ്ര ശേഖരിക്കാൻ വാങ്ങലുകാർ രംഗത്തുണ്ട്. ഇതിനിടയിൽ മാസാരംഭ ഡിമാൻഡ് വെളിച്ചെണ്ണ വിപണി ചൂടുപിടിക്കാൻ അവസരമൊരുക്കിയതോടെ എണ്ണവില 22,800 ഉയർന്നു. കൊപ്ര 15,300 രൂപയിൽ വിപണനം നടന്നു. ഇനി ലോഞ്ച് പാഡ്. പുതിയ ആഴ്ചയിൽ വിപണിയിലെത്തുന്ന പുത്തൻ താരങ്ങൾ. മാർച്ച് അവസാനം ഇന്ത്യയിൽ പുതിയ സ്മാർട്ട് ഫോണുകൾ അവതരിപ്പിക്കാൻ ഏസർ. ഏതൊക്കെ മോഡലുകൾ ലോഞ്ച് ചെയ്യുമെന്ന് മാത്രം പ്രഖ്യാപിച്ചിട്ടില്ല. ഏസർ ബ്രാൻഡഡ് സ്മാർട്ട് ഫോണുകൾ ഇന്ത്യയിൽ അവതരിപ്പിക്കുമെന്ന ഇൻറ്റ്കാൽ ടെക്നോളജീസ് കഴിഞ്ഞ വർഷം പ്രഖ്യാപിച്ചിരുന്നു. 15,000 രൂപ മുതൽ 50,000 രൂപയ്ക്കിടയിൽ വിലയുള്ള സ്മാർട്ട് ഫോണുകൾ കമ്പനി അവതരിപ്പിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ലോഞ്ചിംഗ് മുതൽ ഫോണുകൾ ഇ-കൊമേഴ്സ് സൈറ്റ് വഴി വാങ്ങാൻ ലഭ്യമാകും. മാർച്ച് 25-നാവും ഇന്ത്യയിലേക്കുള്ള കടന്നുവരവെന്നാണ് ആമസോൺ മൈക്രോസൈറ്റ് സ്ഥിരീകരിക്കുന്നത്. ഒന്നിലധികം മോഡലുകൾ ഉണ്ടാകുമെന്നാണ് സൂചന. ഈ വർഷം ആദ്യം Acer One Liquid S162 E4, Acer One Liquid S272 E4 എന്നീ സ്മാർട്ട് ഫോണുകൾ Acer Pure വെബ്സൈറ്റിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു. ഈ മാസം അവസാനത്തോടെ ഈ ഫോണുകളുടെ ഔദ്യോഗിക ലോഞ്ചിംഗ് ഉണ്ടായേക്കുമെന്നാണ് ഇത് നൽകുന്ന സൂചന. 2 ഹാൻഡ്സെറ്റുകളും Android 14 ആണ്. ചതുരാകൃതിയിലുള്ള പിൻ ക്യാമറ മൊഡ്യൂളുകളുള്ള ഇവയ്ക്ക് 4G റാമിനൊപ്പം 64GB ഓൺബോർഡ് സ്റ്റോറേജുമുണ്ട്. ലിക്വിഡ് S162 E4-ന് 6.5 ഇഞ്ച് HD LCD സ്ക്രീനും കോർണിംഗ് ഗൊറില്ല ഗ്ലാസ് 5 പരിരക്ഷയുമുണ്ട്. അതേസമയം ലിക്വിഡ് S272 E4-ന് 6.7 ഇഞ്ച് ഡിസ്പ്ലേയുണ്ട്. ഇവ യഥാക്രമം 512GB, 256GB സ്റ്റോറേജ് വിപുലീകരണത്തെ പിന്തുണയ്ക്കുന്നു. അവയ്ക്ക് ഓരോന്നിനും 5000 mAh ബാറ്ററി കപ്പാസിറ്റിയുമുണ്ട്. പ്രതിസന്ധികൾ കടന്ന ടെസ്ല EV ഇന്ത്യയിലേക്ക് അടുത്ത മാസം മുതൽ സ്വന്തമാക്കാം. ഇന്ത്യൻ വിപണികൾ ലക്ഷ്യമിട്ട് ടെസ്ല എത്തുകയാണ് ഏപ്രിലിൽ. പ്രാദേശിക ഉൽപാദനത്തിലെ ബുദ്ധിമുട്ടുകൾ, നിയന്ത്രണങ്ങൾ, ഉയർന്ന നികുതികൾ എന്നിവയുൾപ്പെടെ നിരവധി വെല്ലുവിളികൾ നേരിട്ടതിനു ശേഷമാണ് എലോൺ മസ്കിന്റെ ടെസ്ല ഇന്ത്യൻ ഇലക്ട്രിക് വാഹന വിപണിയിലേക്ക് പ്രവേശിക്കുന്നത്. ഇറക്കുമതി ചെയ്ത മോഡലുകളിൽ നിന്നായിരിക്കും തുടക്കം. ഇന്ത്യയിൽ ലഭ്യമാകുന്ന ആദ്യത്തെ ടെസ്ല കാറുകൾ കൂടുതലും ബെർലിനിലെ ഫാക്ടറിയിൽ നിന്നായിരിക്കും. ഡൽഹിയിലും മുംബൈയിലും ആദ്യ ഷോറൂമുകൾക്കായി സാധ്യതയുള്ള സ്ഥലങ്ങളും ടെസ്ല കണ്ടെത്തിയിട്ടുണ്ട്. BYD പോലുള്ള മറ്റു ബ്രാൻഡുകളുമായി മത്സരിക്കുന്നതിന് പ്രാരംഭ മോഡൽ $25,000 താഴെ വിലയ്ക്ക്, അതായത് ഏകദേശം 22 ലക്ഷം രൂപയ്ക്ക് വിൽക്കാനാണ് കമ്പനി ലക്ഷ്യമിടുന്നത്. നിലവിൽ ടെസ്ലയുടെ ഏറ്റവും വില കുറഞ്ഞ മോഡൽ മോഡൽ 3 $40,000 അഥവാ 35 ലക്ഷം രൂപയ്ക്കാണ് വിൽക്കുന്നത്. വിനോദവാരം. മലയാളികളുടെ പ്രിയ താരം പൃഥ്വിരാജിന്റേതായി പുറത്തിറങ്ങാനിരിക്കുന്നത് വമ്പൻ ചിത്രങ്ങൾ. SS രാജമൗലി ചിത്രത്തിലും പ്രധാന വേഷം. നോക്കാം പൃഥ്വിയുടെ പുതിയ സിനിമാ വിശേഷങ്ങൾ. പൃഥ്വിരാജ് അടുത്തിടെ തന്റെ ക്ലീൻ ഷേവ് ലുക്കിലുള്ള ഒരു പുതിയ ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു. അതോടെ ആരാധകർ RRR സംവിധായകൻ SS രാജമൗലിയുമായി അദ്ദേഹം സഹകരിക്കാൻ സാധ്യതയുണ്ടെന്ന് ഊഹിക്കാൻ തുടങ്ങി. ഇപ്പോൾ അത് സ്ഥിരീകരിച്ചിരിക്കുകയാണ്. SS രാജമൗലി, മഹേഷ് ബാബു കൂട്ടുകെട്ടിൽ ഒരുങ്ങുന്ന SSMB29 എന്ന ചിത്രത്തിൽ പൃഥ്വിരാജും അഭിനയിക്കുന്നുണ്ട്. ചിത്രത്തിൽ വില്ലൻ റോളിലാണ് താരം എത്തുന്നതെന്നാണ് സൂചന. ബോളിവുഡ് താരം പ്രിയങ്ക ചോപ്രയും ചിത്രത്തിൽ ഭാഗമാകുന്നുണ്ടെന്നാണ് റിപ്പോർട്ട്. പൃഥ്വിരാജ് സംവിധാനം ചെയ്ത ബ്ലോക്ക് ബസ്റ്റർ ചിത്രമായ ലൂസിഫറിന്റെ 2ാം ഭാഗം L2 എമ്പുരാൻ ഈ മാസം 27-ന് പ്രദർശനത്തിനെത്തും. മോഹൻലാൽ നായകനാകുന്ന ചിത്രത്തിൽ പൃഥ്വിരാജും അഭിനയിക്കുന്നുണ്ട്. പൃഥ്വിരാജ് നായകനാവുന്ന ജയൻ നമ്പ്യാർ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് വിലായത് ബുദ്ധ. ചന്ദന മോഷ്ടാവ് ഡബിൾ മോഹൻ എന്ന കഥാപാത്രത്തെയാണ് പൃഥ്വിരാജ് അവതരിപ്പിക്കുന്നത്.
പൃഥ്വിരാജിനൊപ്പം ടൊവിനോ തോമസും പ്രധാന വേഷത്തിലെത്തുന്ന ചിത്രമാണ് കറാച്ചി 81. KS ബാവ സംവിധാനം ചെയ്യുന്ന ആക്ഷൻ ത്രില്ലറിൽ സൗബിൻ ഷാഹിർ, ജോജു ജോർജ് എന്നിവരും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു. ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്യുന്ന രജനീകാന്ത് ചിത്രം തലൈവർ 171-ൽ പ്രധാന വേഷത്തിൽ പൃഥ്വിരാജും അഭിനയിക്കുന്നു. രൺവീർ സിംഗ്, തൃഷ കൃഷ്ണൻ എന്നിവരാണ് മറ്റ് അഭിനേതാക്കൾ. പൃഥ്വിരാജ് സംവിധാനം ചെയ്ത പ്രധാന വേഷത്തിൽ അഭിനയിക്കുകയും ചെയ്യുന്ന ചിത്രമാണ് ടൈസൺ. മുരളി ഗോപി തിരക്കഥ എഴുതിയ ചിത്രം ബോക്സറുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുള്ള ത്രില്ലറാണ്. ഇനി പ്രധാന ഈവന്റുകൾ. കേരള ഇന്നോവേഷൻ വീക്ക് 2025 മെയ് 22 മുതൽ 28 വരെ കൊച്ചിയിൽ. ഗ്ലോബൽ ഹൈഡ്രജൻ ആൻഡ് റിന്യൂവബിൾ എനർജി സബ്മിറ്റ് 2025 ഈ മാസം 12, 13 തീയതികളിൽ കൊച്ചി ബോൾഗാട്ടി ലുലു കൺവെൻഷൻ സെന്ററിൽ. ഇതോടെ ബിസിനസ് അവസാനിക്കുന്നു. അടുത്തയാഴ്ച കാണാം. ബൈ.